നമസ്കാരം. പാകിസ്ഥാനിലെ ജയിലുകളിൽ താൻ അനുഭവിക്കുന്നത് കൊലപാതകങ്ങൾക്കും ഭീകരർക്കും പോലും ലഭിക്കാത്ത മോശം അവസ്ഥയാണെന്നും തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് പാകിസ്ഥാൻ കരസേനാ മേധാവി ജനറൽ അസീം മുനീർ നേരിട്ട് ഉത്തരവാദിയായിരിക്കുമെന്നും ജയിലിൽ കഴിയുന്ന മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ വെളിപ്പെടുത്തി. ഇത് ആദ്യമായിട്ടല്ല ഇത്തരമൊരു പരാമർശം ഇദ്ദേഹം നടത്തുന്നത്. ജയിലിൽ സാധാരണ ഒരു വ്യക്തിക്ക് നൽകുന്ന പരിഗണന പോലും ലഭിക്കുന്നില്ല എന്ന ആരോപണം ഉന്നയിച്ച് ഇമ്രാൻഖാനും ഭാര്യയും പലതവണ രംഗത്തെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ആരോപണവും വാർത്താ പ്രാധാന്യം നൽകുന്നുണ്ട്. ജയിലിൽ തനിക്ക് അടിസ്ഥാനപരമായ മനുഷ്യാവകാശങ്ങളും നിയമപരമായ അവകാശങ്ങളും നിഷേധിക്കപ്പെടുകയാണ്. കൊലപാതക കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട ഒരു സൈനിക ഉദ്യോഗസ്ഥൻ ജയിലിൽ VIP പരിഗണന അനുഭവിക്കുമ്പോൾ താൻ കടുത്ത പീഡനങ്ങൾക്ക് ഇരയാകുന്നുവെന്നും ഇദ്ദേഹം ആരോപിക്കുന്നു. ഒരു ജയിൽ സൂപ്രണ്ടും ഒരു കേണലും അസീം മുനീറിന്റെ നിർദ്ദേശപ്രകാരമാണ് തനിക്കെതിരെ ഇത്തരം നീക്കങ്ങൾ നടത്തുന്നതെന്നും അദ്ദേഹം പറയുന്നു. തന്റെ ജീവിതം മുഴുവൻ ജയിലിൽ കഴിയാൻ താൻ തയ്യാറാണ്. പക്ഷേ സ്വേച്ഛാധിപത്യത്തിനും അടിച്ചമർത്തലിനും മുന്നിൽ തലകുനിക്കുന്നതിനെ കുറിച്ച് ഒരു ചോദ്യവുമില്ല. പാകിസ്ഥാൻ ജനതയ്ക്കുള്ള എന്റെ സന്ദേശം ഒന്ന് മാത്രമാണ്. അതൊരു സാഹചര്യത്തിലും ഈ അടിച്ചമർത്തൽ വ്യവസ്ഥയ്ക്ക് മുന്നിൽ മുട്ടുകുത്തരുതെന്നാണെന്ന് അദ്ദേഹം പറയുന്നു. കൂടാതെ ചർച്ചകൾക്കുള്ള സമയം കഴിഞ്ഞുവെന്നും ഇപ്പോൾ രാജ്യവ്യാപക പ്രതിഷേധത്തിനുള്ള സമയമാണെന്നും ഖാൻ ആവർത്തിച്ചു പറയുന്നു. അതേസമയം പാകിസ്ഥാനിലെ ജയിലുകളിൽ തടവുകാർ നേരിടുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെ കുറിച്ചുള്ള ഗുരുതരമായ ആശങ്കകൾക്ക് ഇത് ആക്കം കൂട്ടിയിരിക്കുകയാണ്. ഈ പ്രസ്താവന പാക് സൈന്യത്തിനും അസീം മുനീറിനുമെതിരെ രാജ്യവ്യാപകമായി രോഷം ആളിക്കത്താൻ കാരണമായിട്ടുണ്ട്. കൂടാതെ ഈ വെളിപ്പെടുത്തൽ പാകിസ്ഥാനിലെ മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾക്കിടയിലും അന്താരാഷ്ട്ര തലത്തിലും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. പാകിസ്ഥാനിലെ ജയിലുകൾ പലപ്പോഴും തിങ്ങി നിറഞ്ഞതും വൃത്തിഹീനവുമാണെന്ന് മനുഷ്യാവകാശ സംഘടനകൾ നേരത്തെയും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. തടവുകാർക്ക് മതിയായ വൈദ്യസഹായം, ഭക്ഷണം, ശുചിത്വം എന്നിവ ലഭ്യമല്ലെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഭൂരിപക്ഷം തടവുകാരും വിചാരണ നേരിടുന്നവരാണ്. നീണ്ടകാലത്തെ വിചാരണ വൈകലാണ് പലപ്പോഴും ജയിലുകൾ തിങ്ങി നിറയാനുള്ള പ്രധാന കാരണം. ജനറൽ അസീം മുനീർ അധികാരത്തിൽ വന്നതിനു ശേഷം രാജ്യത്ത് രാഷ്ട്രീയ അടിച്ചമർത്തലുകൾ വർദ്ധിച്ചതായും വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. പാക് സൈന്യം ജുഡീഷ്യൽ സംവിധാനത്തിലും രാഷ്ട്രീയത്തിലും അമിതമായി ഇടപെടുന്നുവെന്നും മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് ഒത്താശ നൽകുന്നുവെന്നും വ്യാപകമായ ആരോപണങ്ങളുമുണ്ട്. ഈ പുതിയ വെളിപ്പെടുത്തൽ അസീം മുനീറിന്റെ നേതൃത്വത്തിലുള്ള പാകിസ്ഥാൻ സൈന്യത്തിന്റെ പ്രതിച്ഛായയ്ക്ക് കൂടുതൽ കോട്ടം വരുത്തിയിരിക്കുകയാണ്. രാജ്യത്തെ ജനാധിപത്യത്തിനും മനുഷ്യാവകാശങ്ങൾക്കും ഇത് വലിയ ഭീഷണിയാണെന്ന് വിമർശകർ അഭിപ്രായപ്പെടുന്നു. അതേസമയം ക്രിക്കറ്റ് താരവും രാഷ്ട്രീയക്കാരനുമായ 72-കാരനായ ഖാൻ 2023 ഓഗസ്റ്റ് മുതൽ നിരവധി കേസുകളിൽപ്പെട്ട് ജയിലിലാണ്. മുൻ പ്രധാനമന്ത്രിയുടെ മോചനത്തിനായി ഇപ്പോൾ ഷഹബാസ് ഷെരീഫ് സർക്കാരിലും സൈന്യത്തിലും സമ്മർദ്ദം ചെലുത്താൻ ഖാന്റെ പാർട്ടിയായ PTI പല പ്രതിഷേധ പരിപാടികളും ആസൂത്രണം ചെയ്യുന്നുണ്ട്. ഖാനെ മോചിപ്പിക്കുന്നതിനായി ഓഗസ്റ്റ് 5 മുതൽ രാജ്യമെമ്പാടും വലിയ പ്രചാരണം നടത്താൻ പാകിസ്ഥാൻ തെഹ്രീക്-ഇ-ഇൻസാഫ് ഒരുങ്ങുകയാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.